ഹായ് വെൽക്കം ടു മാഡ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ജോഗ്രഫി എന്നുള്ള പോർഷൻസ് ആണ്. ഫിസിക്കൽ ജോഗ്രഫിക്കകത്ത് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലിത്തോസ്ഫിയർ, ഇന്റീരിയർ ഓഫ് ദി എർത്ത്, അല്ലെങ്കിൽ ലെയേഴ്സ് ഓഫ് ഇന്റീരിയർ ഓഫ് ദി എർത്ത്, അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ദെൻ അറ്റ്മോസ്ഫിയർ പാർട്ടുകൾ. അതിന്റെ ഫസ്റ്റ് ലെക്ചറാണ് ഇതിനകത്ത് പോകുന്നത്. ബേസിക്കലി KTU-S5 ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് മൊഡ്യൂൾ 1 ഫസ്റ്റ് പാർട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ് ഈ ഫിസിക്കൽ ജോഗ്രഫി പോർഷൻസ് എന്ന് പറയുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. സോ നമ്മളിപ്പോൾ എർത്ത് കൺസിഡർ ചെയ്യുമ്പോൾ, ഇന്റീരിയർ ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുമ്പോൾ ബേസിക്കലി 4 കോൺസെൻട്രിക് സോൺസ് ആണുള്ളത്. അതായത് സിംഗിൾ സെന്റർ ആയിട്ടുള്ള 4 സോണുകളാണുള്ളത്. 4 സോണുകൾ എന്ന് പറയുന്നത് വി ഹാവ് ഇന്നർ കോർ, അതിന് പുറത്തായിട്ട് ഔട്ടർ കോർ ഉണ്ട്. അതിനുശേഷമുള്ളത് മാൻഡിൽ, ദെൻ വി ഹാവ് മാൻഡിന് ശേഷം പിന്നെയുള്ളതെന്ന് പറയുന്നത് ക്രസ്റ്റ്. സോ എർത്ത്, ക്രസ്റ്റ്, മാൻഡില്, ഔട്ടർ കോർ, ഇന്നർ കോർ, അതാണ് 4 കോൺസെൻട്രിക് സോൺ എന്ന് പറയുന്നത്. സോ നമ്മുടെ അതിനകത്ത് ഓരോ പാർട്ടുകളെയാണ് ആദ്യമായിട്ട് കാണേണ്ടത്. ഫസ്റ്റ് നമ്മൾ ക്രസ്റ്റ് നോക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അപ്പൊ എന്താണ്, എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് സോളിഡ് ലെയർ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളിപ്പോൾ ക്രസ്റ്റിന്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. നമ്മൾ നോക്കുമ്പോൾ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പോസ്റ്റ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ്. സോ നമുക്കറിയാം, ഇപ്പൊ എർത്തിന്റെ ക്രസ്റ്റ് നോക്കിയാൽ ഒന്നെങ്കിൽ റോക്കുകൾ അല്ലെങ്കിൽ മിനറലുകൾ കൂടിച്ചേർന്ന് ഉണ്ടായിരിക്കുന്നത്. ദർ ആർ ലാർജ് നമ്പർ ഓഫ് പ്ലേറ്റ്സ് ആർ ദിയർ. പല പ്ലേറ്റുകൾ കൂടിച്ചേർന്ന, ഫോർ എക്സാമ്പിൾ മേജർ പ്ലേറ്റുകളും മൈനർ പ്ലേറ്റുകളും ഉണ്ട്. യുറേഷ്യൻ പ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഉണ്ട്, അപ്പം അറ്റ്ലാന്റിക് പ്ലേറ്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് പ്ലേറ്റുകൾ, മേജർ പ്ലേറ്റുകളും മൈനർ പ്ലേറ്റുകളോട് കൂടി ചേർന്നാണ് എർത്ത് ക്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ബേസിക്കലി 7 മേജർ പ്ലേറ്റുകളാണ് ഉള്ളത്. ഇനി നമ്മൾ ക്രസ്റ്റുകളെ നോക്കുമ്പോൾ ക്രസ്റ്റുകളെ നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്നെന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, രണ്ടാമത്തേത് ഓഷ്യാനിക് ക്രസ്റ്റ്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ്. കാരണം 30 മുതൽ 70 കിലോമീറ്റർ വരെ തിക്നെസ് ഉണ്ട്. ബട്ട് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്ന തിന്നറാണ്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 മുതൽ 15 കിലോമീറ്റർ വരെ ഉള്ളൂ. സോ ബേസിക്കലി കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് കൂടുതലാണെങ്കിലും അതിന്റെ ഡെൻസിറ്റി കുറവാണ്. സോ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് കൂടുതലാണ്, പക്ഷെ ഡെൻസിറ്റി കുറവാണ്. ഓഷ്യാനിക് ക്രസ്റ്റ് തിന്നാണ്, പക്ഷെ ഡെൻസിറ്റി കൂടുതലാണ്. സോ ബേസിക്കലി എന്താണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഫ്ലോറിനെ മേക്കപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഓഷ്യാനിക് ഫ്ലോറിനെ മേക്കപ്പ് ചെയ്യുന്നു. അപ്പൊ അത്രയാണ് നമ്മുടെ ക്രസ്റ്റുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മാൻഡിലാണ്. മാൻഡിൽ ഈസ് എ തിക്, ഇറ്റ് ഈസ് എ വിസ്കസ് ലെയർ ബിനീത്ത് ദ ക്രസ്റ്റ്. അതായത് ക്രസ്റ്റിന് താഴെ കാണപ്പെടുന്ന ഒരു വിസ്കസ് ആയിട്ട്, അതായത് ഒരു സെമി സോളിഡ് ഫോമിൽ കാണപ്പെടുന്ന ഒരു ലെയർ ആണ് മാൻഡിൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി 35 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ ഡെപ്തിലാണ് മാൻഡിൽ കാണപ്പെടുന്നത്. സോ ബേസിക്കലി നമ്മൾ മാൻഡിൽ നോക്കി നമുക്ക് ക്രസ്റ്റ് എന്ന് പറയുന്നത് 30 മുതൽ 70 കിലോമീറ്റർ വരെ തിക്നെസ് കാണാം. അതിനുശേഷം വരുന്ന ലെയർ ആണ് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിലിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 35 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ. സോ ബേസിക്കലി ഇൻ മാൻഡിൽ there is hot solid rock that can flow slowly over the time. കാരണം ഇത് വിസ്കസ് ആണ്. ഹോട്ട് സോളിഡ്, ഒരു സെമി സോളിഡ് പരുവത്തിലാണ്, സോളിഡ് റോക്ക് ആണ്. അതിങ്ങനെ വളരെ വളരെ സ്ലോ ആയിട്ട് ഫ്ലോയിങ് ഓവർ ഈച്ച് അതർ ആണ്. ഓക്കെ, നമ്മൾ മാൻഡിൽ നോക്കുമ്പോൾ മാൻഡിൽ ബേസിക്കലി വി ഹാവ് അപ്പർ മാൻഡിൽ, ട്രാൻസിഷൻ സോൺ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിൽ എന്ന് പറയുന്നത് 35 കിലോമീറ്റർ മുതൽ 410 കിലോമീറ്റർ വരെ ഡെപ്തിൽ വരുന്നതാണ് അപ്പർ മാൻഡിൽ എന്ന് പറയുന്നത്. ലോവർ മാൻഡിൽ എന്ന് പറയുന്നത് 660 കിലോമീറ്ററിനും 2900. നമ്മൾ ബേസിക്കലി നോക്കുന്നത് നമ്മൾ സർഫസിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡെപ്ത് ആണ് നോക്കുന്നത്. അപ്പം 660 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ ഡെപ്തിൽ വരുന്നതാണ് മാൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഇടയിൽ വരുന്ന മിനറൽ കോമ്പോസിഷൻ, ഫോർ എക്സാമ്പിൾ അപ്പർ മാൻഡിൽ കാണപ്പെടുന്ന മിനറൽ ആയിരിക്കും ലോവർ മാൻഡിൽ കാണാം. മിനറലിലെ കോമ്പോസിഷൻസിൽ വരുന്ന ചേഞ്ചുകൾ സംഭവിക്കുന്ന അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഇടയിലുള്ള സോണിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സോൺ എന്ന് വിളിക്കുന്നത്. അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഇടയിലുള്ള സോണിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സോൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ കോർ ആണ്. അപ്പൊ നമ്മൾ ക്രസ്റ്റ് കണ്ടു, മാൻഡിലെ കണ്ടു, നെക്സ്റ്റ് ഈസ് ഔട്ടർ കോർ. ഔട്ടർ കോർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ലെയർ ആണ്. ദറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അയൺ ആൻഡ് നിക്കൽ. ഒരു അയണും നിക്കലുമാണ് മെയിൻ കോമ്പോസിഷൻ. അയണും നിക്കലുമാണ് മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഒരു 2250 കിലോമീറ്റർ മുതൽ മാൻഡിലും ഇന്നർ കോറിനും ഇടയിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ക്രസ്റ്റ് ഉണ്ട്, മാൻഡിലുണ്ട്, ഔട്ടർ കോർ ഉണ്ട്, ഇന്നർ കോർ ഉണ്ട്. അപ്പൊ ഔട്ടർ കോർ എന്ന് പറയുന്ന മാൻഡിലും ഇന്നർ കോറിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. സോ ഔട്ടർ കോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഔട്ടർ കോർ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഔട്ടർ കോർ ഇസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. കാരണം ഇറ്റ്സ് ടെമ്പറേച്ചർ റേഞ്ച് ഈസ് ഫ്രം 4000 to 6000 ഡിഗ്രി സെൽഷ്യസ്. 4000 മുതൽ 6000 ഡിഗ്രി സെൽഷ്യസ്
സെൽഷ്യസിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇരിക്കുക എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ പറയുന്നത് ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ലിക്വിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ ഇനഫ് നമ്പർ ഓഫ് അയോൺസ് ഓർ മിനറൽസ് വിൽ ബി ദെയർ, സോ ദേ വിൽ ബി എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ എന്താണ്, വളരെ ഈസി ആയിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സംഭവിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇറ്റ് വിൽ ബി ജനറേറ്റിംഗ് ഫ്ലോ. എന്താ, ചാർജിന്റെ ഫ്ലോ നടന്നാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഔട്ടർ കോർ ആണ്. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഔട്ടർ കോർ ആണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഔട്ടർ കോർ ഈസ് എക്സ്ട്രീംലി ഡെൻസ്, ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 9.9 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. 9.9 ഗ്രാംസ് പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് ഔട്ടർ കോറിന്റെ ഡെൻസിറ്റി. അപ്പോൾ ഒരു സെന്റിമീറ്റർ ക്യൂബ് എടുത്താൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9.9 ഗ്രാം ആയിരിക്കും. ഇന്നർ കോർ, ഏറ്റവും അകത്തെ കോറാണ് ഇന്നർ കോർ എന്ന് പറയുന്നത്. ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. അയൺ, നിക്കലും അലോയാണ് സെന്റർ ഓഫ് ദി എർത്ത് അതിനകത്ത് വരുന്നത്. സോ ബേസിക്കലി വിത്ത് റേഡിയസ് അറൌണ്ട് 1220 കിലോമീറ്റർ റേഡിയസ് ആണ് ഇതിന് വരിക. സോ ബേസിക്കലി നമ്മൾ ഇന്നർ കോർ നോക്കും. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലായിരുന്നു. ഇന്നർ കോർ എന്ന് പറയുന്ന സോളിഡ് ആണ്, ഹോട്ട് ആണ്. സോ ബേസിക്കലി ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 5000 ഡിഗ്രി സെൽഷ്യസ് ടു 6000 ഡിഗ്രി. 5000 ഡിഗ്രി സെൽഷ്യസിനും 6000 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് അതിന്റെ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. അകത്തേക്ക് പോകുന്ന ഒരു ഡെൻസിറ്റി വീണ്ടും കൂടുന്നു. ഔട്ടർ കോറിന്റെ 9.9 ഗ്രാംസ് പെർ സെന്റിമീറ്റർ ക്യൂബ് ആയിരുന്നു. പക്ഷെ ഇന്നർ കോറിന്റെ എന്ന് പറയുന്നത് 13 ഗ്രാംസ് പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതിനകത്ത് പ്രധാനമായിട്ടും ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഒരേ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ദ കോർ ഈസ് എ റീസൺ ഫോർ ജനറേഷൻ ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. സോ ബേസിക്കലി ദെൻ നമ്മൾ അത്രയും നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ കണ്ടിരിക്കും. സോ നമ്മൾ കണ്ട് എർത്തിന്റെ ഇന്റീരിയർ നമുക്ക് 4 ലെയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. സോ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട 3 ടേമുകൾ കൂടിയുണ്ട്. വൺ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ, ഈസ്തനോസ്ഫിയർ, മീസോസ്ഫിയർ. അതായത് എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് സോളിഡ് ലെയറിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ക്രസ്റ്റും അതിന്റെ കൂടെയുള്ള അപ്പർ മാൻഡിൽ യൂഷ്വലി സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഈ അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടെ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടെ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുക. ലിത്തോസ്ഫിയറിന്റെ ഒരു പ്രത്യേകത, ലിത്തോസ്ഫിയർ വിൽ ബി ഇന്ററാക്ടിംഗ് വിത്ത് ദ ഹൈഡ്രോസ്ഫിയർ, ഇറ്റ് വിൽ ബി ഇന്ററാക്ടിംഗ് വിത്ത് ദി അറ്റ്മോസ്ഫിയർ, ഇറ്റ് വിൽ ബി ഇന്ററാക്ടിംഗ് വിത്ത് ദ ബയോസ്ഫിയർ ആൻഡ് ഇറ്റ് വിൽ ഫോം പെഡോസ്ഫിയർ. അതായത് ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയറുമായിട്ടും, അതായത് ഹൈഡ്രോസ്ഫിയറുമായിട്ടും ബയോസ്ഫിയറുമായിട്ടും, ഫോർ എക്സാമ്പിൾ ദ ലിവിംഗ് ഓർഗാനിസംസ് എക്സിസ്റ്റ്, ബയോസ്ഫിയറുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സോ ഇറ്റ് വിൽ ബി ജനറേറ്റിംഗ് പെഡോസ്ഫിയർ. ഇത് മൂന്നോടെ കൂടി ചേരുന്നതിനാണ് നമ്മൾ പെഡോസ്ഫിയർ എന്ന് വിളിക്കുന്നു. പെഡോസ്ഫിയറിൽ അപ്പൊ എന്തൊക്കെയുണ്ട്? വി ഹാവ് ബയോട്ടിക് കമ്പോണന്റ്, ജീവനുള്ളവയും അബയോട്ടിക് കമ്പോണന്റ്, ജീവനില്ലാത്തയും കമ്പോണന്റ്സ് ഉണ്ടായിരിക്കും. അത്രയാണ് ലിത്തോസ്ഫിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ a region of the upper mantle where the rock is partially molten can flow very easily. നമ്മൾ പറഞ്ഞു അപ്പർ മാൻഡിലെ റോക്ക് എന്ന് പറയുന്നത് ഒരു വിസ്കസ് സ്റ്റേറ്റിലാണ്. പാർഷ്യലി മോൾട്ടൺ ആയിട്ട് ഒഴുകാൻ കപ്പാസിറ്റി ഉള്ള അപ്പർ മാൻഡിലെ പോർഷൻ കാണപ്പെടുന്ന ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് ഈസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ലോവർ പാർട്ട് ഓഫ് ദ മാൻഡിലിന്റെ ഇന്നർ ലോവർ പാർട്ടുകളെ വിളിക്കുന്ന പേരാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ ലിത്തോസ്ഫിയർ കൺസിഡർ ചെയ്താൽ നമ്മൾ ക്രസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് ലിത്തോസ്ഫിയർ എന്ന് പറയാം, ഓഷ്യാനിക് ലിത്തോസ്ഫിയർ എന്നും പറയാം, അതുപോലെ കോണ്ടിനെന്റൽ ലിത്തോസ്ഫിയർ എന്നും പറയാം. കോണ്ടിനെന്റൽ ലിത്തോസ്ഫിയറിന് തിക്നെസ് കൂടുതലാണ്, ഡെൻസിറ്റി കുറവാണ്. ദെൻ ഓഷ്യാനിക് ലിത്തോസ്ഫിയറിന് തിക്നെസ് കുറവാണ്, പക്ഷേ എന്താണ്, ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, സോ നമ്മുടെ ബേസിക്കലായിട്ട് എർത്തിന്റെ ഇന്റീരിയർ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഡിഫറെന്റ് 4 കോൺസെൻട്രിക് സോണുകൾ ഏതാണെന്നുള്ളത് ഈ വീഡിയോയിൽ കണ്ടു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യുക. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.